ട്രിപ്പിൾ ഓം ശാന്തി. ദീർഘവീക്ഷണം അതും ഈ 36 ദിവ്യ ഗുണത്തിലുള്ള ഒരു ഗുണം തന്നെയാണ്. ദീർഘവീക്ഷണം ഇത് ക്ഷമേന്റെ എന്നല്ല, എല്ലാ ഗുണങ്ങൾക്കും അതിന് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. ജ്ഞാനം അത് ബ്രഹ്മകുമാരിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ജ്ഞാനായാലും ശരി, ശങ്കർ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻസ്ഡ് ജ്ഞാനായാലും ശരി, വിഷ്ണു പാർട്ടിയിൽ നിന്ന്, ഓമണ്ഡലിൽ നിന്ന് എവിടുന്ന് കിട്ടുന്ന ജ്ഞാനായാലും ശരി, ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ അതൊരു ഗുണമാണ്. കാരണം എവിടുന്ന് എന്തൊക്കെ കേട്ടു. ഇപ്പൊ ഇതൊന്നുമല്ല, പുറത്തുനിന്ന് അനവധി നിരവധി ജ്ഞാനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. ഭഗവത്ഗീതയിലൂടെ, രാമായണത്തിലൂടെ, അതല്ല മറ്റനവധി പാർട്ടികളിലൂടെ. എവിടെന്ന് കിട്ടട്ടെ, പക്ഷെ ദീർഘവീക്ഷണം ആവശ്യം. ത്രികാലജ്ഞാനം എന്നൊക്കെ പറയും. ത്രികാലജ്ഞാനം തന്നെ കുറെ കൂടെ വലുതാണെങ്കിലും ദീർഘവീക്ഷണം കുറച്ച് അത്ര തന്നെ വലുതാക്കണ്ട, ചെറുതായിക്കോട്ടെ. ഇന്ന് നമ്മൾ ചെയ്തു വെച്ച കർമ്മം, ഇന്നലകളിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മം, അതിന്റെ ഒരു റിസൾട്ട് ഇന്നലകളിൽ ചെയ്തു വെച്ചതിന്റെ റിസൾട്ടാണ് ഇന്ന് ചെയ്തു വെക്കുന്നതിന്റെ റിസൾട്ടാണ് നാളെ. ഇതാണ് ദീർഘവീക്ഷണം. അപ്പൊ ഇന്നലെ എന്തായിരുന്നു, ഇന്ന് എന്താണ്, നാളെ എന്താണെന്നുള്ള നാളെ എന്തായാലും അറിയാൻ പറ്റും. ഇന്ന് ചെയ്തതിന്റെ പല കാര്യങ്ങളുടെയും പ്രത്യക്ഷ റിസൾട്ട് നാളെ കിട്ടും. ചിലത് ഭാവിയിലേക്കുള്ളതാണ്, അനവധി സമയങ്ങൾ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ കർമ്മം, എൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള അവസ്ഥ എന്താണ്, ഏതെല്ലാം വിധത്തില്, സ്ഥൂലം സൂക്ഷ്മം രണ്ടും നോക്കണട്ടാ. സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലുള്ള എൻ്റെ അവസ്ഥ എന്താ, ഈ അവസ്ഥ അതിൻ്റെ അനന്തരഫലത്തിനനുസരിച്ചുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. സ്ഥൂലത്തിന്റെയും സൂക്ഷ്മത്തിന്റെയും അനന്തരഫലത്തിനനുസരിച്ചുള്ള ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. എനിക്കൊരാഗ്രഹം, ഇച്ചിരി താടിയും മുടിയൊക്കെ ഒന്ന് അങ്ങോട്ട് നീട്ടി വളർത്താം. ഞാൻ വളരെ ക്ഷമ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ക്ഷമ, ഈ ദീർഘവീക്ഷണമാണ് വേണ്ടത്. ഇതിപ്പോ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെകളിൽ എന്ത് ചെയ്തു, ഇനി നാളെകളിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ക്ഷമയോടെ ദീർഘവീക്ഷണത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു കർമ്മത്തിന്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. വളർത്തിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഇത് ഒഴിവാക്കും ചെയ്യട്ടെ. കാരണം താടി മുടി മീശയൊക്കെ വളർത്തി നടക്കുന്നതല്ല ഒരു ഇതിലായാലും, സന്യാസമാർഗത്തിലും ഓക്കെ. പക്ഷെ നമ്മുടെ ഈ BKസിലായാലും ശരി, PBKസിലായാലും ശരി, വേറെ ഏതൊരു ഇതിലായാലും ശരി, ഈ ഒരു ലെവലിലല്ലല്ലോ ദേവതാ പദവി കിട്ടുന്നത്. 2-ലായാലും ദേവതാ പദവിക്കും, 2-അല്ല 4-ലായാലും ദേവതാ പദവിക്കും. ഇനി പുതിയ പുതിയ പാർട്ടികൾ വരികയും ചെയ്യും. ഒക്കെ കേട്ടോട്ടെ, എന്താ കേൾക്കുന്നതിനും പ്രയാസം. ഏതെങ്കിലും ഒന്നിനെ അടിയുറച്ച് വിശ്വസിച്ചാൽ പോരെ. ട്രിപ്പിൾ ഓം ശാന്തി.